കർണാടകയിലെ കുടക് നിവാസികളും കേരളീയരും സംയുക്തമായി നടത്തുന്ന പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന് കുടകിലെ പ്രമുഖ തറവാടുകളിൽ ഊട്ട് അറിയിക്കുന്നതിനായി കിരാതമൂർത്തിയുടെ പ്രതിപുരുഷനായി കണക്കാക്കുന്ന കോമരത്തച്ഛൻ കുടകിലേക്ക് പുറപ്പെട്ടു. മകരമാസം 15-നാണ് പയ്യാവൂരപ്പൻ്റെ ഊട്ട് മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ഊട്ടറിയിച്ചു പോകൽ നടക്കുന്നത്. കോമരത്തച്ഛൻ തലേ ദിവസം തന്നെ ക്ഷേത്രത്തിലെത്തി വ്രതാനുഷ്ഠാനത്തോടെ വിശ്രമിക്കും. മകരം 15-ന് പുലർച്ചെ ശുഭമുഹൂർത്തത്തിൽ കച്ചില എന്ന വിശേഷപ്പെട്ട ഉത്തരീയവും ചുറ്റി ക്ഷേത്രത്തിലെ വിശേഷാൽ പ്രഭാത പൂജാകർമ്മങ്ങൾക്ക് ശേഷം മേൽശാന്തിയിൽ നിന്നും കടുത്തില എന്ന സവിശേഷമായ തിരുവായുധവും ഏറ്റുവാങ്ങി ആചാരക്കുടയുമെടുത്ത് കിഴക്ക് ഭാഗത്തെ കുടക് വനത്തിനെ ലക്ഷ്യമാക്കി ഓടിമറയും. മഹേശ്വരായ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. പണ്ടുകാലത്ത് ഊട്ടുത്സവം മുടങ്ങിയപ്പോൾ ഊട്ട് നടത്തുന്നതിനായി കുടകിലെ പ്രധാനികളെ ചുമതലപ്പെടുത്തിയിരുന്നതിനായി കിരാതമൂർത്തി കുടകിലേക്ക് യാത്ര പോയതിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ചടങ്ങാണ് ഊട്ടറിയിച്ചു പോകൽ. കേരള അതിർത്തിയായ കാഞ്ഞിരക്കൊല്ലിയിലെ ഉടുമ്പ പുഴ കടന്ന് കാട്ടിലൂടെ കാൽനടയായി ചെങ്കുത്തായ മല കയറിയാണ് കോമരത്തച്ഛൻ കുടകിൽ എത്തിച്ചേരുന്നത്. ആദ്യ ദിവസം വൈകിട്ടോടെ ചെയ്യൻ്റണയിലെ മുണ്ടിയോടൻ്റെ തറവാട്ടിലെത്തി വിശ്രമിക്കുകയും പിറ്റേ ദിവസം രാവിലെ ബഹൂരിയൻ്റെ മനയിലും തുടർന്ന് കടിയത്ത് നാട്ടിലെ കൊക്കേരി, തിരുന്താട്, ചേരമന, വലമ്പേരി, പാറണെ, അരപ്പട്ട്, നടുക്കേരി, കടുങ്ക, കരട, ചെയ്യൻ്റണ തുടങ്ങിയ 12ഓളം ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിലും പ്രധാന തറവാടുകളിലും ഊട്ടറിയിച്ച് വീരാജ്പേട്ടയിലേക്ക് അടുത്ത് ചേലാപുരത്തെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലും ദർശനം നടത്തും. പണ്ടുകാലത്ത് മടിക്കേരി ട്രഷറിയിലും ഊട്ടറിയിച്ച് പോകാറുണ്ടായിരുന്നു. കുടക് രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഇത്. ഇക്കാര്യം ട്രഷറിയിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി ഈ ചടങ്ങ് മുടങ്ങിപ്പോയിട്ടുമുണ്ട്. 11-ാമത്തെ ദിവസം ബമ്മട്ടംപാറയിൽ വെച്ച് വരുന്ന വർഷത്തേക്കുള്ള കണ്ടിപ്പണം കൈമാറി പയ്യാവൂരിലേക്കെത്തി പഴശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ തിരുവായുധം വെച്ച് തൊഴുത് പയ്യാവൂർ അമ്പലത്തിലും തൊഴുത് കോമരത്തച്ഛൻ വീട്ടിലേക്ക് മടങ്ങും. ദേവസ്വം ചെയർമാൻ ബിജു തളിയിൽ, ട്രസ്റ്റി ബോർഡ് അംഗം KV ഉത്തമരാജൻ, മിടാവൂർ ക്ഷേത്രം പ്രസിഡന്റ് ഫൽഗുനൻ മേലേടത്ത്, ഗോവിന്ദൻ മഞ്ഞേരി, രമേശൻ KV, PV ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോമരത്തച്ഛനെ യാത്രയാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.